വഞ്ചനാ കേസിൽ നടൻ ബാബുരാജിനെതിരെ പോലീസ് നോട്ടീസ് അയച്ചു. ബാബുരാജിന്റെ നേതൃത്വത്തിലുള്ള റിയൽ എസ്റ്റേറ്റ് സ്ഥാപനം UK മലയാളികളിൽ നിന്ന് പണം കൈപ്പറ്റി കബളിപ്പിച്ചു എന്താണ് കേസ്. രാഗിൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചെന്നുണ്ട്. രാഗിൻ, നടീനടന്മാരുടെ സംഘടന അമ്മയിലെ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. ബാബുരാജ് നോമിനേഷൻ നൽകിയിട്ടുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ അയാൾക്കെതിരായ കേസിൽ, വഞ്ചനാ കേസിൽ ഇപ്പോൾ നോട്ടീസ് നൽകുന്നത്. ഈ കേസിന്റെ വിശദാംശങ്ങൾ എന്താണ്, എങ്ങനെയാണ് നടപടികൾ? തീർച്ചയായും ഈ സൂചിപ്പിച്ച ആ പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലം നിലനിൽക്കുകയാണ് ഇപ്പോൾ പോലീസ് ഇത്തരം ഒരു നടപടിയിലേക്ക് കൂടി കടന്നിരിക്കുന്നത്. ഈ കേസെന്ന് പറയുന്നത് ബാബുരാജിന്റെ നേതൃത്വത്തിലുള്ള ഒരു റിയൽ എസ്റ്റേറ്റ് സ്ഥാപനം, അത് പ്രത്യേകിച്ചും ഇടുക്കിയൊക്കെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതാണെന്നാണ് വ്യക്തമാകുന്നത്. അവിടെ ഈ വിദേശ മലയാളികളെ കൊണ്ട് ആ സ്ഥാപനത്തിലേക്ക് നിക്ഷേപം ചെയ്യിപ്പിച്ചു. തുടർന്ന് ഏതെങ്കിലും ഒരു പ്ലോട്ട് വാങ്ങിയ ശേഷം ആ പ്ലോട്ട് ഡെവലപ്പ് ചെയ്ത് റിയൽ എസ്റ്റേറ്റായി അല്ലെങ്കിൽ അത്തരം കച്ചവടം നടത്തുകയായിരുന്നു ലക്ഷ്യം. പക്ഷേ ആ നിക്ഷേപം നടത്തിയ ശേഷം പിന്നീട് പണം തട്ടിച്ചു എന്നതാണ് ആരോപണമായി വന്നിരിക്കുന്നത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അടിമാലി പോലീസ് FIR രജിസ്റ്റർ ചെയ്യുകയും തുടർന്ന് ഒരു നോട്ടീസ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് ബാബുരാജിന് കൈമാറുകയും ചെയ്തത്. ആലുവ മേൽവിലാസത്തിലായിരുന്നു നോട്ടീസ് പോയത്. പക്ഷേ നോട്ടീസ് കൈപ്പറ്റിയില്ല. തുടർന്ന് തിരിച്ചു വന്ന ഘട്ടത്തിൽ പോലീസ് സംഘം ഇദ്ദേഹത്തെ, ബാബുരാജിനെ ബന്ധപ്പെട്ടു എന്നതാണ് വ്യക്തമാകുന്നത്. പക്ഷേ ഷൂട്ടിംഗ് തിരക്കാണെന്നും മാത്രമല്ല ഈ കേസുമായി ബന്ധപ്പെട്ട ആർബിട്രേഷൻ നടപടി അല്ലെങ്കിൽ സിവിൽ കേസ് എന്ന സ്വഭാവത്തിലാണ് കാര്യങ്ങൾ പോകുന്നതെന്നും ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് എന്ന മറുപടിയുമാണ് ബാബുരാജ് നൽകിയിട്ടുള്ളത്. എന്തായാലും തുടർ നടപടികൾ ഉണ്ടാകുമെന്നാണ് അടിമാലി പോലീസ് വ്യക്തമാക്കുന്നത്. പക്ഷേ സൂചിപ്പിച്ചതുപോലെ നേരത്തെ ഈ അമ്മ സംഘടനയുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു, അതുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ നടക്കുന്നു. ഈ ഘട്ടത്തിൽ ആരോപണ വിധേയർ മത്സരിക്കരുത് എന്ന ആവശ്യം സംഘടനയ്ക്കകത്ത് ശക്തമാണ്. അപ്പോഴാണ് നേരത്തെ ബാബുരാജിനെതിരെ പീഡനക്കേസ് അടക്കം വന്നിരുന്നു. മാത്രമല്ല ഇത്തരം ഈ തട്ടിപ്പ് അല്ലെങ്കിൽ ചീറ്റിംഗുമായി ബന്ധപ്പെട്ട സമാന കേസുകൾ ഉൾപ്പെടെ നേരത്തെയും വന്നിരുന്നതാണ്. ഈ ഘട്ടത്തിലാണ് ഇത്തരം ഒരു കേസിൽ ഇപ്പോൾ നോട്ടീസ് നൽകുന്ന നടപടിക്രമങ്ങളിലേക്ക് പോലീസ് പോയിരിക്കുന്നത്. എന്തായാലും ഇതിൽ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണ് എന്നതാണ് അടിമാലി പോലീസ് സംഘം വ്യക്തമാക്കുന്നത്. റിയൽ എസ്റ്റേറ്റിന്റെ പേരിൽ പണം തട്ടി എന്ന പരാതിയിലാണ് ഇപ്പോൾ ബാബുരാജിന് നോട്ടീസ് നൽകുന്നത്.